ഇങ്ങനെ കരയൽ, പൊതുവെ കരയൽ വ്യത്യസ്തമായ രീതികളുണ്ട്. എങ്കിലും കരയൽ ജായിസാണോ, അനുവദനീയമാണോ, മുബാഹാണോ, കറാഹത്താണോ, മക്രൂഹാണോ, മന്ദൂബാണോ, സുന്നത്താണോ, ഹറാമാണോ കരയൽ, ഖിലാഫുൽ ഔലയാണോ, നല്ലതിന് വിപരീതം ആണോ, നെഞ്ചത്തടിച്ചും എണ്ണിപ്പെറുക്കിയും കരയാൻ പാടുണ്ടോ, കരയരുത് എന്ന് നിരോധനയുണ്ടോ, മഹാനെ പ്രവാചകൻ നിരോധിച്ചിട്ടുണ്ടോ കരയാൻ പാടില്ല എന്ന്? കരയേണ്ടത് മരണത്തിന് മുമ്പ്, മരണാസന്നമായ വ്യക്തി മരണത്തോട് മല്ലടിക്കുമ്പോഴാണോ കരയേണ്ടത്? അതെല്ലാം മരിച്ചു കഴിഞ്ഞാണോ കരയേണ്ടത്? ചിരിച്ചുകൊണ്ട് തൻ്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ ഭാര്യ, ഇങ്ങനെ തനിക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചു കിടക്കുമ്പോൾ പുട്ടിന് തേങ്ങയിടുന്നത് പോലെ ഇടക്കിടക്ക് വന്നുകൊണ്ട് അന്യപുരുഷന്മാരുടെ മുമ്പിൽ മയ്യത്ത് കിടത്തിയിരിക്കുകയാണ്, അന്യപുരുഷന്മാർ അവിടെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടോ പ്രാർത്ഥിച്ചുകൊണ്ടോ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മുന്നിലൂടെ വന്ന് പുട്ടിന് തേങ്ങയിടുന്ന പോലെ ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് മയ്യത്തിനെ ചുംബിക്കുക, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും മരണപ്പെട്ട വ്യക്തിയുടെ പേരിൽ കരഞ്ഞിട്ടുണ്ടോ? മരണാസന്നമായ വ്യക്തിയുടെ പേരിലും മരണപ്പെട്ട വ്യക്തിയുടെ പേരിലും നബിതങ്ങളും സഹാബത്തും കരഞ്ഞിട്ടുണ്ടോ? ഇത്യാദി കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഈ നിയമവശങ്ങൾ എന്തൊക്കെയാണ്? വയജൂസുൽ ബുക്കാ അലൈഹി, മയ്യത്തിന്റെ മേൽ കരയൽ അനുവദനീയമാണ്. മാകാന ബിലാ റഫ്ഇ സൗത്തിൻ, ശബ്ദം ഉയർത്താതെ കരയുകയാണെങ്കിൽ ആ കരച്ചൽ ജായിസാണ്, അനുവദനീയമാണ്.